നിലവിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നില്ല. അത് വാസ്തവത്തിൽ അതൊരു അടിസ്ഥാനമില്ലാത്തൊരു പ്രചരണമാണ് എന്നുള്ളതാണ്. അതിൽ പലതും തെറ്റായ കാര്യങ്ങളാണ്. ഇതാണ് മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. മരുന്നുണ്ട് എന്ന നാഴികയ്ക്ക് 40 വട്ടവും ആവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി രോഗികളുടെ ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോഴും മരുന്നുകൾ കിട്ടാക്കനി തന്നെയാണ്. ഇന്നലത്തെ തൊണ്ടിൽ 2 ഐറ്റം കിട്ടിയുള്ളൂ. ഇന്നത്തെ തൊണ്ട് കാർഡിയോളജി അതിൽ 4 ഐറ്റം 1 ഐറ്റം കിട്ടിയുള്ളൂ. ബാക്കി പുറത്ത് വാങ്ങാനാണ് പറയുന്നത്. ഇവിടെ ഇല്ലെന്ന്. ഷുഗറിൻ്റെ ഡോക്ടറെ കാണാനാണ് വന്നത് ഇന്ന്. പിന്നെ അത് ഗുളികകൾ കുറിച്ചിട്ട് 4 ഗുളിക കുറിച്ച് ഒന്നും ഇവിടെ ഇല്ല. ഒരെണ്ണം പോലും കിട്ടിയില്ല. തൈറോയിഡിൻ്റെ ഗുളികയാണ് കഴിഞ്ഞ മാസം വരെ തന്നതാണ്. ഇപ്പോൾ ഈ തൈറോയിഡിൻ്റെ ഗുളികയില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ ഫോളിക് ആസിഡിൻ്റെ ഗുളികയില്ലാത്ത ഒരു സർക്കാർ ആശുപത്രി ഇല്ല. അതുപോലും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഡോക്ടർമാർ കുറിക്കുന്ന മരുന്ന് വാങ്ങാൻ രോഗികൾ ഫാർമസിയിലെത്തി മരുന്നില്ലാതെ തിരികെ പോവുകയാണ്. അപ്പോഴും മന്ത്രി പറയുകയാണ് മരുന്ന് ക്ഷാമം ഇല്ല എന്ന്. ഇനി സ്വയം ഒന്ന് ചിന്തിക്കണം, ആര് പറയുന്നതാണ് കള്ളമെന്ന്. കൊച്ചിയിലും ഇതേ സമാന അവസ്ഥയാണ്. മരുന്നിന് പോലും മരുന്നില്ല. ഒരു മരുന്നുമില്ല ഇവിടെ. ഒരു ആകെ പാരസെറ്റമോളും ഉണ്ട്. പിന്നെ കുറേ ഇത് അത്യാവശ്യം ഇപ്പോൾ എനിക്ക് എഴുതി തന്നേക്കണ മറ്റു മരുന്നുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രോഗം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരുള്ളൂ. മരുന്നില്ലെന്ന് പറയണത്. പിന്നെന്താ ചെയ്യണത്? എല്ലാ ടെസ്റ്റും പുറത്തോട്ടാണ് എഴുതണത്. നമുക്ക് എന്ത് പറ്റിയതാ? ശ്വാസം മുട്ടും ഇതൊക്കെയാണ്. ഇപ്പം എല്ലാം പുറത്തോട്ടാണ് എഴുതിയേക്കണത്. ഒരെണ്ണം പുറത്തുനിന്ന് വാങ്ങിക്കണം. കോഴിക്കോട് സ്ഥിതി വ്യത്യസ്തമാണോ? ഒരിക്കലുമല്ല. ബീച്ച് ജനറൽ ആശുപത്രിയിലാണ്. ഇപ്പോൾ 2 മരുന്ന് 3 മരുന്ന് 4 മരുന്ന് എഴുതി. 4 മരുന്ന് എഴുതി. അതിൽ മരുന്ന് 2 മരുന്ന് മാത്രമേ ഇല്ല. സാധനങ്ങളില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ കാലങ്ങളായി ഇവിടെ ഉണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവിടെ സർക്കാർ ഹോസ്പിറ്റലിൽ ഈ മരുന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കിവിടെ ഈ ഇൻഡു മാർക്കറ്റ് റെഡിങ് മാർക്കറ്റ് എനിക്ക് ഈ തന്നു? അങ്ങനെയാണെങ്കിൽ ഈ മെഡിസിൻ എനിക്ക് തരണ്ടേ ഇവിടെ ഉണ്ടെങ്കിലേ? അതിവിടെ ഇല്ലെന്നാ ഫാർമസി എന്ന് പറയുന്നത്. അപ്പം പിന്നെ ആരാണ് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന്? ഇത്രയും വിലയുള്ള ഗുളികയാണ് ഇപ്പോൾ നേരിട്ടുള്ള സാധനത്തിനൊക്കെ ഉള്ള ഗുളികയാണ് കഴിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല, ഈ പ്രാവശ്യം കിട്ടുമെന്ന് അറിയില്ല. ഈ വിലയുള്ള ഗുളിക നമ്മൾ സാധാരണക്കാരൻ നമുക്ക് വാങ്ങാൻ കഴിയില്ല. ജനങ്ങളുടെ ശബ്ദമാണ്. ആരോഗ്യമന്ത്രി നന്നായി കേൾക്കണം, നടപടിയെടുക്കണം. ആഷ്ലി ജോയ്ക്കും ശ്യാമപ്രസാദ് ഉത്തമനുമൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.